ഇന്നത്തെ നുറുങ്ങ് ദേജാവു എന്ന വാക്കിനെക്കുറിച്ചാണ്. ഇത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നും കടമെടുത്ത വാക്കാണ്. ഓൾറെഡി സീൻ അഥവാ ഇതിനു മുൻപേ കണ്ടത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ ഒരു സംഭാഷണത്തിലോ പ്രവൃത്തിയിലോ ഏർപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതേ കാര്യം മുൻപ് ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട് എന്ന തോന്നൽ ജനിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് ദേജാവു. എന്നാൽ ഇങ്ങനെ തോന്നുമെങ്കിലും നടന്നു എന്ന് ധരിക്കുന്ന ആ സംഭവമോ സാഹചര്യമോ ഓർമ്മയിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. കാരണം ആ സംഭവം യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല എന്നത് തന്നെ. നമ്മുടെ മസ്തിഷ്കം സൃഷ്ടിക്കുന്ന തെറ്റായ പരിചയബോധം അഥവാ മിഥ്യാധാരണയാണ് ദേജാവു. മസ്തിഷ്കത്തിലെ വൈദ്യുത പ്രവാഹവുമായി ബന്ധപ്പെട്ട നാഡീസംബന്ധമായ ഒരു അപാകതയാണിത്. പിരിമുറുക്കം, ക്ഷീണം, തളർച്ച, അപസ്മാരം എന്നിവ ദേജാവു സംഭവിക്കാൻ കാരണമായേക്കാമെങ്കിലും ആരോഗ്യമുള്ള ഏതൊരു മനുഷ്യനിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു പ്രതിഭാസമാണിത്. 100-ൽ 97% ആളുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മളിൽ പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ രസകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. ഇന്ന് നുറുങ്ങിൽ കേൾക്കാൻ പോകുന്നത് ഒരു പഴഞ്ചൊല്ലാണ്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് കേട്ടിട്ടില്ലേ? ഇതിലെ ചക്ക് എന്നത് എണ്ണയാട്ടാൻ ഉപയോഗിക്കുന്ന നാടൻ യന്ത്രമാണെന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ഈ ചൊല്ലിലെ കൊക്ക് എന്ന വാക്കിന് കൊക്കെന്ന പക്ഷിയുമായി യാതൊരു ബന്ധവുമില്ലെന്നത് പലർക്കും അവിശ്വസനീയമായിരിക്കും. ഈ അടുത്ത് വരെ ഞാനും കരുതിയിരുന്നത് ചക്കിനെറിഞ്ഞ കല്ലോ മറ്റോ മീൻ പിടിക്കുന്ന കൊക്കിൻ്റെ പുറത്ത് കൊണ്ടു എന്നാണ്. അതായത് ഒരാളെ ഉദ്ദേശിച്ച് അഥവാ ഉന്നം വെച്ച് ചെയ്യുന്നത് മറ്റുള്ളവരെ ബാധിക്കുക, വിപരീത ഫലമുണ്ടാവുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ ചൊല്ല് ഉപയോഗിച്ചു പോരുന്നത്. എന്നാൽ ഇതിൻ്റെ ശരിയായ അർത്ഥം ഇതൊന്നുമല്ലത്രേ. എണ്ണയാട്ടുന്ന ചക്കിൻ്റെ ഉരൽ നിർമ്മിക്കാനായി സൂക്ഷിച്ച മരത്തടി ഉപകാരപ്പെട്ടത് ചക്കിൻ്റെ ഏറ്റവും ചെറിയ ഘടകമായ കൊക്ക്, അതായത് കൊളുത്ത് ഉണ്ടാക്കാനായിട്ടാണ്. ഇതിൻ്റെ സാരം വളരെ വലിയ കാര്യത്തിനായി സൂക്ഷിച്ച ഒരു സാധനം ഉപകാരപ്പെട്ടത് തീരെ ചെറിയ ഒരു ആവശ്യം സാധിക്കാനാണ്. അപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന പഴഞ്ചൊല്ല് നമ്മൾ ധരിച്ച പോലെയല്ല എന്ന് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇനി ഈ പഴഞ്ചൊല്ലിനോട് സമാനമായ രസകരമായ ജീവിത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുള്ളവർ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.